نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದ ಎಲ್ಲ ಭಾಗത്തും ಅಲ್ಲಾಹ್ರೆ ಸೂಕ್ಷಿಸಿಟ್ಟು ಜೀವನಾಕನು ಸ್ವಂತ ನಫ್ಸರ ಮರಕಂತ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಲ್ಲ. ಜೀವನದ ಎಲ್ಲ ಘಟ್ಟത്തിലും അല്ലാഹുടെ സൂക്ഷിച്ചിട്ട് ജീവനാക്കരെ. യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസിമാരെ, പരിശുദ്ധമായ റമളാൻ തിങ്കൾ ഞങ്ങൾ നിന്ന് വിദായ ചൊല്ലെ ഒരു സന്ദർഭത്തിലെത്തിക്കുന്ന ഞങ്ങളെല്ലാവരും ഉള്ളത്. ഇന്ന് റമളാൻ തിങ്കളുടെ അവസാനത്തെ ജുമാഅ തിക്ർ, വെള്ളിയാഴ്ച തിക്ർ. ഇന്ന് ജണ്ടല്ലെങ്കിൽ 3 റമളാൻ തിക്ർ ഞങ്ങളെ മൂന്നുള്ളത്. അപ്പൊ ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ റമളാൻ തിങ്കൾ ഞങ്ങൾ നിന്ന് വിദായ ചൊല്ലെ സന്ദർഭത്തിൽ ഞങ്ങളെല്ലാവരും ഈ റമളാൻ തിങ്കളിലെത്തി ഇബാദത്തുകളുടെ വിഷയത്തിൽ ഒരു ആത്മാവലോകനാക്കും. അത് സത്യവിശ്വാസികളെ ഒരു കടമ കൂടിയായി തിക്ർ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ റമളാൻ തിങ്കൾ അല്ലാഹു നിർബന്ധാക്കിയത് ഞങ്ങൾക്കെല്ലാവർക്കും തിന്ന പോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായിട്ട് തീരുവാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു തിങ്കളില് ഞങ്ങളുടെ ജീവന റമളാൻ തിങ്കൾ ഒന്നര പിടിച്ചിട്ട് ഈ സമയത്തോളം ചൊല്ലെ നാനും നിങ്ങളും ഒരു പരിശോധന ആക്കണം. എത്ര മാത്രം ഞങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ചിട്ട് തഖ്വത്തോടു കൂടി ജീവനാക്കിയ ചൊല്ലുന്ന വിഷയ ഒന്നാമത്തെ ആത്മാവലോകനാക്കും. തഖ്വ ചൊല്ലുണ്ടായെങ്കിൽ ഒരു മുള്ളുങ്ങ മാത്രമുള്ള ഒരു തെരുളു ഞങ്ങൾ നടന്നു പോകണ്ട. അങ്ങനെ ആ തെരുളു ഞങ്ങൾ നടന്നു പോകുമ്പോ ഞങ്ങളെ കാല് ആ മുള്ളുക തരിക്കാണ്ട് എത്രമാത്രം ജാഗ്രതയും സൂക്ഷ്മതയും ഓരോരോ കാലിന്റെ ಹೆಜ್ಜೆ ಬೇಕು ಮನಗ ಸೂಕ್ಷಿಕ್ರಮ
അതൈത്തിക്കറ് ഞങ്ങളുടെ ജീവിതത്തിൽ തക്കുവ ചൊല്ലുന്നു. ഈ ദുനിയാവിൽ ഹറാമ് ചൊല്ലിന്റെ മുള്ളുങ്ങ ഉണ്ട്, ബെടുക്ക് തര ചൊല്ലിന്റെ മുള്ളുങ്ങ ഈ ദുനിയാവിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ നാളും കഴിഞ്ഞു പോകുമ്പോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോ ആ ഹറാമ് ചൊല്ലിന്റെ ബെടുക്ക് തര ചൊല്ലിന്റെ ആ മുള്ളുങ്ങലിനെ വാരി ഞങ്ങൾ സൂക്ഷിക്കണം, ഞങ്ങൾ ജാഗ്രതയാക്കണം. അതുകൊണ്ട് റമളാൻ തിങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നിർബന്ധാക്കിയ ജീവിത വിശുദ്ധി പാലിക്കുകയെത്തിക്കറ്, ജീവന ശുദ്ധിയായിട്ട് എടുക്കുകയെത്തിക്കറ് റമളാൻ തിങ്കൾ. ആ തിങ്കളുടെ ഈ തിങ്കളുടെ ഈ 4 തോളും നാനും നിങ്ങ കൃത്യമായിട്ട് അള്ളാഹു സൂക്ഷിച്ചിട്ട് ജീവനാക്കി വന്ന എന്തെങ്കിലും ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കൂല്ലത്. ഇതാ റമളാൻ തിങ്കൾ തീരുമ്പോ, ശവ്വാലിന്റെ മാത ഞങ്ങളെ മുന്നിൽ കാണുമ്പോ, ഈദ് ഞങ്ങൾ ആഘോഷാക്കുമ്പോ, ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ട് ഈ തിങ്കളിൽ ഞങ്ങൾ ജീവനാക്കിയിട്ടെങ്കിൽ റമളാൻ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഇല്ലാണ്ട് ഒരു ജീവിത പാഠം ഞങ്ങൾ തുടരുന്നുണ്ടായെങ്കിൽ, മുന്നോട്ട് പോകുന്നുണ്ടായെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കണു ഈ റമളാൻ തിങ്കൾ ഞങ്ങൾക്ക് ഒരു രൂപത്തിൽ ഉപകാരപ്പെട്ടിട്ടില്ല എന്തായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണം, ജീവന വിശുദ്ധി പാലിക്കാത്ത ഒരു രൂപത്തിലെ അവസ്ഥ ഞങ്ങൾ നിന്ന് റമളാൻ തിങ്കൾ കഴിഞ്ഞിട്ട് കടന്നു പറഞ്ഞു തീരാ. ഒരു ബിൽഡിംഗ് കെട്ടകൂ, അದ್ರ പടുത്തുയർത്തകൂ എത്ര പരിശ്രമം വേണം, എത്ര കഷ്ടങ്ങൾ വേണം, എത്ര സാമ്പത്തികമായിട്ട് പൈസ വേണം, സമ്പത്ത് വേണം, എത്ര നാളത്തേക്ക് പണിയെടുക്കണം ഒരു ബിൽഡിംഗ് കെട്ടുണ്ടായെങ്കിൽ. എന്നെങ്കിൽ അതേ ബിൽഡിങ്ങിനെ വടിക്കൂ, ചെമ്മ സമയം വേണ്ട, ചെമ്മ പരിശ്രമം വേണ്ട. അപ്പൊ തഖ്വ ചൊല്ലിന്റെ ഒരു ബിൽഡിങ്ങിനെ ഈ റമളാൻ തിങ്കളിൽ നിങ്ങൾ പടുത്തുയർത്തേണ്ടായെങ്കിൽ ഈ ബിൽഡിംഗ് നാശമായിട്ട് പോകേണ്ട പോലത്തെ പ്രവർത്തിങ്ങ അങ്ങനെ ജീവിതത്തിൽ കടന്നു പറഞ്ഞു തീരാ. അത് ഞങ്ങൾ ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം ഈ സന്ദർഭത്തിൽ എടുക്കണം. ഇനി ഏത് കാരണത്താലും റമളാൻ തിങ്കൾ എന്റെ ജീവിതത്തിൽ കടന്നു പോയിട്ട് എന്നെ പല നമ്പത്തിൽ ബെടുക്ക് തറയിട്ട് എന്നിട്ട് ഈ തിങ്കൾ വന്നിട്ടാകുമ്പോ അള്ളാഹുത്തെ ഞാൻ ഖേദിച്ചു മടങ്ങിയ ഞാൻ സൂക്ഷ്മതയോട് കൂടി എന്റെ ജീവിതത്തെ അത് ബറാത്ത പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച എന്നെങ്കിലും റമളാൻ തിങ്കൾ കഴിഞ്ഞു പോയാൽ പിന്നെ ഇൻഷാ അല്ലാഹു നക്ഷത്രത്തോളിന് ആയുസ് തന്റെ ചൊല്ല് ബുന്തില്ല ഔത്തോളും അല്ലാഹുവേ ഈ ഒരു തഖ്വത്തെ ജീവിത നണ്ടിട്ട് നീನು ಬೈಕೊಳ್ಳೋ ಚೊಂತುള്ള പ്രാർത്ഥന, അത് ഞങ്ങൾക്ക് ഇക്കോളോ ചൊല്ലുള്ള പ്രാർത്ഥന അത് കഡ്ഡായമായിട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമല്ല അതുകൊള്ള പ്രവർത്തനം ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. ഞാൻ നേരത്തെ ചൊന്ന പല മുള്ളുകളിലെ ഒരു മാർഗത്തിൽ നടന്നു പോകുമ്പോ ഞങ്ങളെ കാലുകൾ തച്ചത് നൊമ്പലാവുണ്ടല്ലേ, ഞങ്ങൾ ഭാരി ജാഗ്രതയിൽ പോണ്ടേ. അതേപോലെ ബെടുക്ക് തറ ചൊല്ലത്, അതേപോലെ ചൊല്ല ഹറാമായ കാര്യങ്ങൾ ചൊല്ലത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു തീരാ ബന്ധുണ്ടായെങ്കിൽ നാളെ ഈ ശരീര ജഹന്നമിൽ നൊമ്പൽ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് നരകത്തിൽ വേദന അനുഭവിക്കോ പറഞ്ഞു. അതുകൊണ്ട് ഏത് കാരണത്താണോ അത് ചെറിയ രൂപത്തിൽ ബെടുക്ക് തടാവട്ടെ, വലിയ രൂപത്തിൽ ബെടുക്ക് തടാവട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ റമളാൻ തിങ്കൾ എത്രമാത്രം അതിന് ബുട്ടുനിക്കുള്ള സൗമനസ്സിനെ കാട്ടേണ്ടായെങ്കിൽ ഇന്ന് വണ്ടെ നാലുങ്ങ അള്ളാഹു ഞങ്ങൾക്ക് എത്രത്തോളം ആയുസ് തന്നെ ചൊല്ലുകൊണ്ടില്ല അവർത്തോളം അതിനെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടായിട്ട് ഈ സന്ദർഭത്തില് ഒന്നാമത് ചൊല്ലുള്ളത് ആ സൂക്ഷ്മതല് ഒന്നാമത്തേത് പ്രധാനമായിട്ട് ചൊല്ലുള്ളത് ശിർക്കൻ വിശ്വാസമായിത്തേക്കരുത് അല്ലെ. അള്ളാഹുടെ സൂക്ഷിക്കുന്നു ചൊല്ലുമ്പോ വരുമ്പോ അവിടെ ഒന്നാമത്തെ സൂക്ഷ്മത പാലിക്കുന്നായത് ശിർക്ക് ചൊല്ലതായിത്തേക്കരുത്. കാരണം ശിർക്ക് ചൊല്ലത് ഒരു മനുഷ്യൻ സൂക്ഷിക്കാണ്ട് ബാക്കി ഏത് സൂക്ഷിച്ചിട്ട് അവന് കാര്യമില്ല. അള്ളാഹു സർവന്മാരെ ഉണ്ടാക്കത്തില്ലെങ്കിൽ ഒന്നാമത്തെ അവന് സൂക്ഷിക്കണം. കാരണം അത് അത്ര ഗൗരവമായ വിഷയത്തിക്കറ അതിന്റെ വിഷയത്തിൽ ഞങ്ങൾ പഠിച്ച കയറ്റിക്കറ ആ ശിർക്കിന്റെ വിഷയത്തിൽ വിവരമില്ലാതെ എന്തെങ്കിലും വിശുദ്ധ ഖുർആനില് സൂറത്ത് അൻആമില് 84, 85, 86 ആയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല പോലെയിൽ പ്രവാചകന്മാരെ പേരെത്തിട്ട് ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാക്കണ്ട. ഒന്നല്ല രണ്ടല്ല, പോലെയിൽ നബിമാരുടെ പേര് അല്ലാഹു ഈ 3 ആയത്തില് കണ്ടിന്യൂ ആയിട്ട് അല്ലാഹു ഉയർത്തിട്ട് ഞങ്ങൾക്ക് ഒരു വിഷയം പഠിപ്പാക്കണ്ട.
ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذرية داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലോ 84 85 86 ആയത്തില് 3 ആയത്തില് പോനേൽ നബിമാര് വിശുദ്ധ ഖുർആൻ 25 നബിമാരെ പേര് പഠിപ്പാട്ടുണ്ട്. അതിൽ പോനേൽ നബിമാരെ പേര് അല്ല ചൊല്ല അങ്ങ് നല്ല കയറ്റിക്കോ. ഈ പോനേൽ ആൾമാര് അങ്ങ് അള്ളാഹുടെ ഭയപ്പെട്ട് ജീവനാക്കി കയറ്റിക്കോ. അതേപോലെ അള്ളാഹ് ആൾമാരിൽ നിന്ന് ശ്രേഷ്ഠതയുള്ള ആൾമാരായിട്ടിക്കോ. അതേപോലെ സന്മാർഗത്തിലേക്കിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പോനേൽ നബിമാരെ വിശേഷിച്ചൊന്ന എന്നിട്ട് ഒരു വിഷയം കൂടി അള്ളാഹുവോട് സൂചന തന്ന വലൗ അശ്റഖു ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മേൽ ചൊന്ന ഈ സജ്ജനമാർ, ഈ മേൽ ചൊന്ന എല്ലാ ആൾമാരിലെ കാട്ടി ശ്രേഷ്ഠതുള്ള ആൾമാർ, ഈ പ്രവാചകന്മാർ അങ്ങ മാറ്റോ വലൗ അശ്റഖു നക്ക് ശരീക്കാക്കേണ്ടായി, നക്ക് സമന്മാരെ ഉണ്ടാക്കേണ്ടായി, നക്ക് തന്റെ ഇബാദത്തിൽ ആ ഇബാദത്തിൽ ഏതെങ്കിലും ഒരു ഇബാദത്തില് നാനല്ലാത്ത ഏതെങ്കിലും മഖ്ലൂഖ് കൊടുത്തേണ്ടായി ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അങ്ങ് എടുത്തതെല്ലാം ബാത്തിലായിട്ട് പോലെ ചെറുത്തു. വിശുദ്ധ ഖുർആൻ പഠിപ്പാറ്റല്ലേ അത്ര ഗൗരവമുള്ള വിഷയത്തേക്ക് ചുരുക്കുള്ളത്. അതിനെ വിഷയം ഞങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കും. നോക്കൂ, ഫോണിൽ ലഭ്യമാർ അത് അള്ളാഹു ശിർക്കാക്കില്ല എന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഞങ്ങൾക്ക് അതിൽ ഗൗരവത്തെ ഞങ്ങൾക്ക് പഠിപ്പാറ്റന്നെ. വലൗ അശ്റഖു ഈ മേൽ ചൊന്ന ആൾമാർ പ്രവാചകന്മാർ നക്കെന്തായി സമന്മാർ ഉണ്ടാക്കേണ്ടായി എല്ലാം പൊന്നു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ നബിമാർ മാത്രമല്ല ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ വിഷയത്തിൽ താക്കീത് കൊടുത്തിട്ട് വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ നിങ്ങൾ എന്തായാലും ശിർക്കാക്കേണ്ടായി, നിങ്ങളെ കാട്ടി മുന്നോട്ട് ഞങ്ങൾ വഹീ കൊടുത്ത നബിയെ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ശരീക്കുമാരെ ഉണ്ടാക്കേണ്ടായി, നിങ്ങളെ എല്ലാം ബാത്തിലായിട്ട് പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല വിഷയത്തിക്ക് അതുകൊണ്ട് സൂക്ഷ്മതൽ ഒന്നാമത് നിങ്ങൾ സൂക്ഷിക്കണായത്, സൂക്ഷ്മതൽ ഒന്നാമത് നിങ്ങൾ പാലിക്കണായത് ഈ തൗഹീദ് വിഷയത്തിലേക്ക് കടുക് മണിരത്തയ്യ ശിർക്കൻ വിശ്വാസം വരാത്ത പോലെ ആര് എന്ത് ചെന്നെങ്കും എത്ര വലിയ ആള് ചെന്നെങ്കും അള്ളാഹു കൊടുക്കുന്ന ഇബാദത്തിനാണ് ഏതൊരു പഠിപ്പ് കൊടുക്കില്ല ചെല്ലില്ലേ ദൃഢനിർധാര ആ മനസ്സിനെ ഈ സന്ദർഭത്തിൽ ആക്കും സഹോദരന്മാരെ. അതുകൊണ്ട് റമളാൻ വിദായത്തിന്റെ സന്ദർഭത്തിൽ ഈ രൂപത്തിലുള്ള സൂക്ഷ്മത ജീവന ഇത് റമളാനിൽ മാത്രമല്ല ഇന്ന് പണ്ട് പിൽക്കാലത്ത് ഞങ്ങളൊത്തിಗೆ ഇക്കോട് ചൊല്ലായിട്ട് ഈ സന്ദർഭത്തില് നന്റെ മറക്കാണ്ട് നിങ്ങൾ ഓരോരുത്തರಿಗೆ ഈ സന്ദർഭത്തിൽ ഞാൻ ചൊല്ലിട്ടുണ്ട് സഹോദരന്മാരെ. രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഈ റമളാൻ തിങ്കളിൽ അള്ളാഹുട്ടിಗೆ തൗബാക്ക, അള്ളാഹുട്ടിಗೆ ഇസ്തിഗ്ഫാർ കേട്ട, പാപ വിമോചനം കേട്ട ഇതാ ഈ അവസാനത്തെ ജാവിന് പോലും കണ്ണിന് തന്നിട്ടിട്ട് അള്ളാഹുവെ നക്ക് നിന്ന് പുറത്തു തരണേ റബ്ബേ, നന്റെ മേലിൽ കരുണ കാട്ടണേ അള്ളാഹ്, നക്ക് നന്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടും അറിയാണ്ട് സംഭവിച്ചു പോയത് എല്ലാം നീ പുറത്തു തരണ ചൊല്ലിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച എന്നെങ്കിലും ഇതാ ഇന്നും ആ തൗബത്തിന് ഈ റമളാൻ മാത്രമല്ല റമളാൻ കല്ലിൽ പിന്നും ആ നാലുക്ക് ബന്റെ നാലുക്ക് അള്ളാഹുത്തെ തൗബ ചെയ്യും ഇസ്തിഗ്ഫാർ ചെയ്യും സമയത്തെ ഞങ്ങൾ കണ്ടെത്തണോ. പല ആൾമാർ വെച്ചത് തൗബ റമളാനിൽ മാത്രമേ എത്തിക്കരുത്, ഇസ്തിഗ്ഫാർ റമളാനിൽ മാത്രമേ എത്തിക്കരുത്. അതുകൊണ്ട് ഞാൻ അള്ളാഹുത്തെ ഖേദിച്ച് മടങ്ങേണ്ടായെങ്കിൽ നന്റെ റബ്ബ് നക്കെല്ലാം പുറത്തു തന്ന ഇന്ന് ബണ്ട് നാളുക അതായത് റമളാൻ തിങ്കൾ തീന്ത് ബണ്ട് നാളുക അത് പുതിയ നാളുക എത്തിക്കരുത്. എന്നിട്ട് ഇന്നും സുഹൃത്തിന് ഞാന് വെറുക്ക് തുറന്നത് പാടും റമളാൻ പറഞ്ഞ് തൗബാക്കുക അങ്ങനത്തെ ഒരു മനുഷ്യന്മാരായിട്ട് തീരുക. കാരണം ഒരു തൗബത്ത് ഒരു നിബന്ധന ഉണ്ട്, തൗബത്തിനും ഇസ്തിഗ്ഫാറിനും ഒരു നിബന്ധന ഉണ്ട്. എന്റെ നിബന്ധന ചെന്നിട്ടെങ്കിൽ ഞങ്ങൾ ഏതൊരു വിഷയത്തിൽ അള്ളാഹുട്ടിക്ക് തൗബാക്കലമാ, ഏതൊരു വിഷയത്തിൽ അള്ളാഹുട്ടിക്ക് ഖേദിച്ച് മടങ്ങലമാ ആ തപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും റിപ്പീറ്റ് ആവുക, ആവർത്തനാവുക, പുനരാവർത്തനാവുക ചൊല്ലിട്ട് തൗബത്തുള്ള നിബന്ധന. ഈ റമളാൻ തിങ്കളിൽ ഞാൻ എല്ലാവരും ഇത്തരത്തിലുള്ള തൗബ കേട്ടും ഇസ്തിഗ്ഫാർ കേട്ടിട്ടും തിരിച്ച് പണ്ട് കാലത്തില്
അതെ വെടുക്ക് തറ കൊണ്ട് ഞങ്ങളുടെ ജീവിതം കൊണ്ട് നടന്നിട്ടായെങ്കിൽ, അതേപോലത്തെ തൗബ ഇല്ലാത്ത ഇസ്തിഗ്ഫാർ ഇല്ലാത്ത ജീവിതം ഇന്നുണ്ടായെങ്കിൽ ഈ റമളാൻ തിങ്കൾ ഞങ്ങൾ വ്യക്തമായിട്ട് പോന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനില് ഇസ്തിഗ്ഫാർ ആക്കണമെങ്കിൽ അൻകുള്ള പ്രതിഫലത്തെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാത്തണ്ട. ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനസമൂഹത്തിന് ചൊല്ലിയ വിഷയത്തില് ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ കേൾക്കൂ, പാപവിമോചന കേൾക്കൂ. ഇന്നഹു കാന ഗഫാറ, അവൻ നിശ്ചയമായിട്ടും എല്ലാം പുറത്തു തന്നെ അവനയറ്റിക്കല. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ധാരാളമായിട്ട് മലരെ തണ്ട. വയുംദിദുകും ബി അംവാല്, നിങ്ങൾക്ക് സമ്പത്ത് തണ്ട. വബനീന, നിങ്ങൾക്ക് സന്തതിരെ തണ്ട. വയജഅൽ ലക്കും ജന്നാത്ത്, നിങ്ങൾക്ക് ഫലഭൂഷ്ടമായ തോട്ടങ്ങളെ തണ്ട. വയജഅൽ ലക്കും അൻഹാറ, ഒഴുകുന്ന ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തണ്ട. ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ കേൾക്കൂ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ മാത്രമല്ല, റമളാൻ അല്ലാത്ത സമയത്ത് പോലും നൂറോൾപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ കേട്ടുകൊണ്ടിരുന്നിട്ട് ഹദീസിലൂടെ നമുക്ക് കാണുവാൻ കിട്ടും. സഹോദരന്മാരെ, ഒരു തപ്പാക്കാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തര രൂപത്തിൽ ഇസ്തിഗ്ഫാർ ആക്കലുണ്ടായെങ്കിൽ ആ നേതാവിടെ അന്യായിമാർ ഞങ്ങ എത്ര രൂപത്തിൽ ഇസ്തിഗ്ഫാർ ആക്കും. സഹോദരന്മാരെ, ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണു, നോക്കൊരു ഇസ്തിഗ്ഫാർ ആക്കിയിട്ടുണ്ടെങ്കിൽ 6 പ്രതിഫലമായിട്ടുള്ളതന്നെ. 1 അല്ലാഹു പുറത്തു തണ്ട, 2 അല്ലാഹു സമ്പത്തിനെ തണ്ട, 3 അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തതിനെ മക്കളെ തണ്ട, 4 അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തോട്ടങ്ങളെ തണ്ട, 5 അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഒലുകരെ ഫലങ്ങളെ തണ്ട. എന്താക്കുന്നു? അല്ലാഹുവിനെ ഞങ്ങൾ ഇസ്തിഗ്ഫാർ ആക്കുന്നു, റബ്ബിനെ ഇസ്തിഗ്ഫാർ ആക്കുന്നു. അതുകൊണ്ട് ഈ ഇസ്തിഗ്ഫാർ തൗബ ചൊല്ലുന്നത് ഇത് റമളാൻ തിങ്കൾ മാത്രമുള്ളതല്ല, അത് ഈ റമളാൻ തിങ്കൾ മാത്രമുള്ളതല്ല. അതേപോലെ ഈ ജാവ് നേരത്തെ ഹയാത്താക്കരുത്, ഇത് റമളാൻ തിങ്കൾ മാത്രമുള്ളതല്ല. ആ നേരത്തെ അല്ലാഹുവിന്റെ പാപ വിമോചനം കേൾക്കരുത്, അത് റമളാൻ തിങ്കൾ മാത്രമുള്ളതല്ല. ബദലായിട്ട് റമളാൻ അല്ലാത്ത സമയത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത്തില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ജാവുടെ അവസാനത്തെ നേരത്തേക്ക് ഒന്നാമത്തെ ആകാശത്തെ ഇറങ്ങിയിട്ട് 600 മിനിറ്റ് കേൾക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന ചൊല്ലിട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുക്കുള്ള ട്രെയിനിങ് ആയിട്ട് ഇരിപ്പണ നിർത്തുന്നുള്ളത്. റമളാൻ തിങ്കളിൽ പിന്നെ കല്ലിൽ പിന്നെ ആ ജാവുടെ എഞ്ചിട്ട് ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കും. അതേപോലെ അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ കേൾക്കുന്നില്ലേ, ഒരു ട്രെയിനിങ് ആയിട്ട് ഇരിപ്പണ നിർത്തുന്നില്ലേ. അപ്പൊ ഈ ട്രെയിനിങ് ഇത് റമളാൻ തിങ്കളിൽ മാത്രം ബാക്കിയാവുക തീരാ. ബദലായിട്ട് ഇന്ന് കടന്നു വന്ന തിങ്കൾ കൂടി ഞങ്ങൾ മൂന്നോളം കടന്നു വന്ന സഹോദരന്മാരെ, അതേറ്റിക്കര് രണ്ടാമത്തെ വിശേഷമുള്ളത്. കാരണം ഞങ്ങൾ ദോഷങ്ങൾ പൊറുക്കൽപ്പെടണു, അള്ളാഹുട്ടിക്ക് പൊറുക്കല്ലപ്പെടണു. അതേറ്റിക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഈ സമയത്ത് മനസ്സിലാക്കുന്നത് സഹോദരന്മാരെ, റമളാൻ തിങ്കളില് ഞങ്ങളെ പള്ളിയെല്ലാം ഫുള്ളായിട്ട് ദുനിയാവിൽ എല്ലാ പള്ളിയും നിറഞ്ഞു പോയിട്ട്. എന്തുകൊണ്ട്? റമളാൻ തിങ്കളിൽ എത്തിക്കരുത്, പ്രതിഫലമില്ല നാല് നേറ്റുകര്, ഇബാദത്തിക്ക് യാറെ പ്രതിഫലമില്ല 4 നേറ്റുകര്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ 5 വക്ത് നിസ്കരിച്ച, കൃത്യമായിട്ട് തറാവീഹ് നിസ്കരിച്ച, അങ്ങനത്തുള്ള ഇബാദത്തുകളെ നിർത്ത, അള്ളാഹുവിനെ ദിക്റാക്കി, അള്ളാഹുവിനെ ഓർത്ത ഈ സമയത്തിന് എന്തെങ്കിലും സഹോദരന്മാരെ ഖേദകരമായ വിഷയത്തില്ലെങ്കിൽ റമളാൻ തിങ്കൾ തന്നെ പിന്നെ ഞങ്ങളെ പള്ളികളെല്ലാം കാലിയായിട്ട് പോന്നു, ഞങ്ങളെ പള്ളികളെല്ലാം കാലിയായിട്ട് പോന്നു. ഈ മിമ്പറിന്റെ മേൽ കുത്തുബത്തിന്റെ നാനാവട്ടെ, ഈ പള്ളികളുടെ ഈ കുത്തുബത്ത് കേട്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തർ ആരെങ്കിലും ആവട്ടെ, റമളാൻ തിങ്കളിലെ ഇബാദത്തുങ്ങൾ, അതേ ഇബാദത്തുങ്ങ ഇന്നത്തെ കാലത്തും അത് തുടരുന്നു, അത് കണ്ടിന്യൂ ഉണ്ടാകും ജീവിതത്തില്. അള്ളാന്റെ റമളാൻ തിങ്കൾ മാത്രമേ ഞങ്ങൾ പള്ളിയെ നിറച്ചിട്ട് അല്ലെങ്കിൽ അള്ളാഹുടെ പേടിച്ചിട്ട് ഇബാദത്ത് എത്തിട്ട് റമളാൻ തിങ്കളിൽ പിന്നെ ഓരോ ഇബാദത്തും ഇല്ലാത്ത അവസ്ഥ ഞങ്ങൾ 6 കൂട്ടത്തിന്റെ ഉണ്ടായെങ്കിൽ ഞങ്ങൾ റമളാൻ വ്യക്തമായിട്ട് പോകുന്നു. കാരണം ഞങ്ങൾ റമളാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, യഥാർത്ഥം വെച്ചിട്ടില്ലേ മനസ്സിലാക്കാൻ സാധ്യമാവുന്നു. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിലെ സത്യവിശ്വാസികളെ ചില ഗുണസ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂന അസ്സാബൂന അർറാഖിഊന അസ്സാജിദൂന അൽആമിറൂന ബിൽ മഅറൂഫി വഅന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹി വബശ്ശിരിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നല്ലപോലെ മനസ്സിലാക്കുന്നു. റമളാൻ തിങ്കൾ തീനാൽ പിന്നെ ഇബാദത്ത് സ്റ്റോപ്പ് ആക്കുക, ഇബാദത്ത് നിപ്പാട്ടുക. ഇന്ന് രണ്ടെല്ലാം തീർത്തു ചോദിച്ചു അതൊക്കെ കൈവിടുന്ന ആൾമാർ മനസ്സിലാക്കണം. അല്ല ചൊല്ലേ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ
അവൻ തൗബാക്കും ഇബാദത്തിനെടുക്കുന്നതും റമളാനിൽ മാത്രമല്ല അതല്ല ചൊല്ലേ അത്തായിബൂന അത് തൗബാത്തിനല്ല അല്ലാഹു ഈ ആയത്തിലൂടെ ചൊല്ലില്ല അത് റമളാനിൽ മാത്രം ചൊല്ലുന്നു വൽ ആബിദൂന അങ്ങനെ നമുക്ക് ഇബാദത്ത് എടുക്കുന്നു വൽ ഹാമിദൂന നമുക്ക് ഹംദ് സമർപ്പിക്കുന്നു അസ്സാഹിഹൂന അതേപോലെ അങ്ങ് നോമ്പ് എടുക്കുന്നു അർറാഖിഊന അതേപോലെ അങ്ങ് റുക്കൂ എടുക്കുന്നു അതേപോലെ സാജിദൂന അത് സുജൂദാക്കുന്ന അർത്ഥം അങ്ങ് നിസ്കരിക്കുന്നു വൽ ആമിറൂന ബിൽ മഅറൂഫ് ബടക്ക് തറത്തെ അതായത് നിസ്കരിക്കോರು ಬಡಕ ತರತ್ಯಾಗ ತಡೆಯೋರು ನಲ್ಲದರಂಗ ಪ್ರಚಾರ ಅಲ್ಲ ಚೊಲ್ಲೆ ಬಿಲ್ ಮಾರೂಫ್ ವ ಅನ್ಹಾನ ಅನಿಲ್ ಮುನ್ಕರ್ ಅದೇ ನಲ್ಲದು ಉಪದೇಶಿಕರ ಆಲ್ಮಾರ ಇಟ್ಟಿರೋರು ಬಡಕನೆಲ್ಲ ತಡೆಯರಾಗ ಆಲ್ಮಾರ ಇಟ್ಟಿರೋರು ವಲ್ ಹಾಫಿಲೂನ ಹುದೂದಿಲ್ಲ ಅಲ್ಲಾಹ್ರ ಆಜ್ಞೆ ಅಲ್ಲ ಪಾಲನಾಕರಾಗ ಇಟ್ಟಿರೋರು ವಬಸ್ಸಿರಿಲ್ ಮುಅ್ಮಿನೀನ್ ಇಂಗಂತುಲ್ಲ ಮುಅ್ಮಿನೀನ್ಗೆ ನಬಿಯೇ ಶುಭವಾರ್ತೆ ಕೊಡ್ಕೋರು ಹೊಸಿದ ವಿಷಯ ಕೊಡ್ಕೋರು അതുകൊണ്ട് നിസ്കാര ചൊല്ലത് 5 വക്ത് നിസ്കാരം അതേപോലത്തെ ഇബാദത്ത് ചൊല്ലത് ഒരു മുഅ്മിനീനായിട്ടായി അല്ല ചൊല്ലിയത് എല്ലാത്തിനും അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യരും ചൊല്ലല്ല ബദലായിട്ട് വബസ്സിരിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് അല്ല ചൊല്ലേ അല്ല റമളാൻ തിങ്കൾ കഴിഞ്ഞാൽ പിന്നും നിസ്കരിക്കുന്നവർ റമളാൻ തിങ്കൾ കഴിഞ്ഞാൽ പിന്നും അല്ലാഹുവിന്റെ ഓർത്തിനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ തിങ്കൾ കഴിഞ്ഞാൽ പിന്നും അങ്ങ് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നതായിട്ട് അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ ഞങ്ങൾ സത്യവിശ്വാസികളായിട്ടായി കഞ്ഞിപ്പോയ കുറെ റമളാൻ ഞങ്ങൾ കഞ്ഞി പോയിട്ട് എന്നെ ആ റമളാൻ തിങ്കൾ ഇബാദത്തെത്ത റമളാൻ തീമേൽ പിന്നെ ഞങ്ങൾ നിന്നത് സ്റ്റോപ്പ് ആയിട്ട് എന്നെ ഈ റമളാൻ അങ്ങനെ ആവുമ്പോ തീരാ ആ രൂപത്തിലാവുമ്പോ തീരാ ബദലായിട്ട് ഞാൻ നേരത്തെ ചെന്നല്ലേ മരിക്കണോത്തോളും ഈ ഇബാദത്തുക അല്ല ചെന്നേ നീ റമളാൻ മാത്രം ഇബാദത്ത് എടുക്കൊണ്ടല്ല അല്ലെങ്കിൽ പാല് ബന്യാസം മാത്രം ഇബാദത്ത് എടുക്കൊണ്ടല്ല നിന്റെ റബ്ബിനെ നീ ആരാധിക്ക് യഖീൻ ചെന്ന് ഒരു നാല് നിന്റെ കൂടെ പറഞ്ഞുകൊണ്ടു അതായത് നിന്റെ റൂഹ് തൊണ്ട കുറിക്കത്രേ നിന്റെ മരണ ചൊല്ല് ഒരു നാല് നിന്റെ മുട്ട പറഞ്ഞുകൊണ്ടു ഔർത്തോളും നിന്റെ റബ്ബുക്ക് നീ ഇബാദത്ത് എടുത്തത് ഖുർആൻ ഔർത്തോളും നിന്റെ റബ്ബുക്ക് ഇബാദത്ത് എടുക്കും അതുകൊണ്ട് റമളാൻ ഈ പള്ളി എങ്ങനെ നിറഞ്ഞിട്ടാ അതേപോലെ റമളാനിൽ പിന്നും സഹോദരന്മാരെ ഈ പള്ളി ഇങ്ങനെ അറിയാമോ ഈ പള്ളി ഇങ്ങനെ എന്തിന് ഞങ്ങളുടെ റബ്ബുകളെ ഇബാദത്ത് എടുക്കുന്നു അത് നിപ്പാട്ടുന്നില്ലതല്ല അത് സ്വാഭാവികതല്ല ഈ റമളാൻ തിങ്കളില് കൃത്യമായിട്ടാണ് ഞങ്ങളെ കച്ചവടം അതെല്ലാം വിട്ടിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ ഇബാദത്ത് എടുത്ത അതേപോലത്തെ ഒരു ജീവിതം മുന്നോട്ട് ഞങ്ങൾക്ക് വേണം നിന്റെ റബ്ബിനെ നീ ആരാധിക്ക് നിന്റെ മരണത്തോട് ചൊല്ലു വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടുണ്ട് ഇന്ന് നാലാമത്തെ കാര്യ സഹോദരന്മാർ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഈ റമളാൻ തിങ്കളിൽ നല്ല പ്രവർത്തിച്ച നല്ല അമൽ സ്വാലിഹത്തെത്ത അല്ലെ പ്രയാസത്തെ മേലെ പ്രയാസത്തെ സഹിച്ചിട്ട് ഈ റമളാൻ തിങ്കളുടെ ഇബാദത്തുകൾ അനുഷ്ഠിച്ച എന്നെങ്കിലും ഇത് സ്വീകരിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം അത് ഞങ്ങൾ മറന്നു പോയിട്ട് ഒരിക്കലും ഈ റമളാൻ തിങ്കളിലത്തെ ഇബാദത്തുക അത് ഞങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് സ്വീകരിക്കപ്പെടണം അതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കണം കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉജൂഹു യൗമൈദിൻ ഖാശിയ ആമിനത്തുൻ നാസിബ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉജൂഹു യൗമൈദിൻ ഖാശിയ അതെ അന്റെ ചില മുഖങ്ങ അത് നിന്റെ മാറിയിട്ടിക്ക് വിശുദ്ധ ഖുർആൻ ഞാൻ അല്ലാഹുവിനെ പോറ്റുന്നു ചില ആൾമാർ അങ്ങനെ മുഖങ്ങൾ ഭയത്തിലിക്കു വിശുദ്ധ ഖുർആൻ ആമിലത്തുൻ നാസിബ അങ്ങ് ആറ് ചെന്നിട്ടായി അത് ഇബാദത്ത് എത്തങ്ങ അമൽ സ്വാലിഹത്ത് എത്തങ്ങ പ്രവർത്തിച്ചതായിട്ട് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഇബാദത്ത് കൊണ്ട് അങ്ങനത്തെ സൽക്കർമ്മ കൊണ്ട് അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കറല്ല ബദലായിട്ട് തസ്ലാ നാരൻ ഹാമിയ അല്ലാഹു അവരെ നരകത്ത് കയറ്റിക്കിട്ട് വലിച്ചേരാൻ പറ്റേ അങ്ങനെ തീ കയറ്റിക്കിട്ട് വലിച്ചേരാൻ പറ്റേ ഈ ആയത്ത് നല്ല പോലെ ഞങ്ങൾ ഗമനത്തിലെത്തുന്ന സഹോദരന്മാരെ അല്ല ചൊല്ലി ഇബാദത്ത് എർക്കാറ്റാൾ വിഷയത്തല്ല അങ്ങനത്തെ ജഹന്നമേ കടന്നുകൊണ്ട് ആൾമാർ ഇബാദത്ത് എട്ട് ആൾമാരെ വിഷയച്ചുണ്ട് അങ്ങ് എത്തി കടല് മുഖത്ത് ആ ക്ഷീണമുണ്ട് ഭക്ഷിത്തിക്കണോ എന്തല്ല ചൊല്ലേ അങ്ങ് എട്ട് ഇബാദത്ത് കൊണ്ട് തസ്ലാനാരൻ ഹാമിയ അങ്ങനെ നരകത്ത് കയറ്റിക്ക് ഞങ്ങൾ വലിച്ചേര് കാരണം എന്തേ അങ്ങനത്തെ ഇബാദത്ത് അല്ലാഹു സ്വീകരിച്ചില്ല അത് സ്വീകരിക്കാണ്ടിരിക്കാൻ അവന്റെ ജീവിതത്തിൽ എന്താണോ രൂപത്തിൽ യാതൊരു വന്നത് അതുകൊണ്ട് ബഹുമുഖ്യമായിട്ട് ഞങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണോ അത് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചോ
മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലത്തെ പണിപൂർത്തിയാക്കിയ സന്ദർഭത്തില് അങ്ങ് രണ്ടാമത് പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. തീർച്ചയായിട്ടും അങ്ങ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുക. എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു, അള്ളാഹു ഞങ്ങൾ എത്തത് നീ സ്വീകരിക്കണോ. അതുകൊണ്ട് എന്ത് ഇബാദത്തും എന്ത് സൽക്കർമ്മം പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഉണ്ടാവുമോ, അള്ളാഹു ഇതിൽ ഞങ്ങൾ ഇത് സ്വീകരിക്കുന്നു. എത്ര ആൾക്കാർ ഉണ്ട് ഈ പ്രാർത്ഥന സഹോദരൻ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇബാദത്ത് എത്ര സീത പോണ്ട എന്നെങ്കിൽ ഇത് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുടെ പേരിൽ നാം വന്ന് നിൽക്കുമ്പോ തന്റെ റബ്ബ് ഇത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടക്കാരെ കൂട്ടത്തല്ലി പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കാര്യത്തിനെ മനസ്സിലാക്കണം. അതുകൊണ്ട് 4 വിഷയത്തിൽ നിങ്ങൾ രണ്ടും നിങ്ങൾ മുതൽ വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ തിങ്കളിലത്തെ എല്ലാ ഇബാദത്തും പ്രതിഫലിക്കട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമത്തെ ನಿರ್ದೇಶನಕ್ಕನುಸರಿಸಿ ಜೀವಿಕರಂತೂ ಸ್ವಂತ ನಫ್ಸರ ಮರಕಂತೆ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಲ್ಲ. സഹോദരന്മാരെ, 5ാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുള്ളത് റമളാൻ തിങ്കളില് ഞങ്ങൾ സമ്പത്ത് ഞങ്ങൾ ശുദ്ധീകരിച്ച സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി അതേപോലെ സ്വതക്ക കൊടുക്കുന്നതോടുകൂടി ഞങ്ങൾ സമ്പത്ത് ഞങ്ങൾ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഈ സമ്പത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് റമളാൻ തിങ്കൾ കല്യാൺ പിന്നും ഈ ഒരു സ്വതക്ക കൊടുക്കുന്നവരിലെ ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവും. ഇതെന്തെങ്കിലും ഈ വിഷയത്തെ പ്രത്യേകമായിട്ട് എത്തിച്ചൊല്ലുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തില് ഞങ്ങൾ ചുറ്റുമുട്ടലോ, ഞങ്ങൾ കുടുംബത്തിലാവട്ടെ, ഞങ്ങൾ നിരക്കാറിലാവട്ടെ, ഞങ്ങൾ ചുറ്റുമുട്ടലോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെമ്മ ആൾമാറിലോ, പ്രയാസം അനുഭവിക്കുന്ന ആൾമാറിലോ. അതുകൊണ്ട് ഈ റമളാൻ തിങ്കൾ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടും ചൊല്ലു അള്ളാഹു നിർബന്ധാക്കിയ സക്കാത്തുകളെ അത്തരത്തിലുള്ള ആൾമാർക്ക് ഞങ്ങൾ കണക്കാക്കി കൊടുത്താം. അതേപോലെ സ്വതക്കായിട്ട് ഞങ്ങൾ കൊടുത്താം. അതുകൊണ്ട് ഇന്നത്തെ ജീവിതത്തില് ഞങ്ങളെ മുട്ട സഹായം കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ബന്ധണ്ടായെങ്കിൽ ഒരിക്കലും അങ്ങനെ ആട്ടി ഓടിക്കൊത്തിനെ ചൊത്ത് വിശുദ്ധ ഖുർആൻ കേട്ടോ ബണ്ടാവിന്റെ ഒരിക്കലും ആട്ടി ഓടിക്കൊത്തിര. അങ്ങനെ നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിന്റെ ആട്ടി ഓടിക്കുന്ന പോലത്തെ ഒരു കാലഘട്ട ബറു ചൊൽത്തായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വഴിപാട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഔത്ത് പസി കൊണ്ട അല്ലെങ്കിൽ പ്രയാസം കൊണ്ട ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട പല ആൾമാർ കടന്നു പറവോ അങ്ങനെ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരേറ്റിക്കണോ, അങ്ങനെ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരേറ്റിക്കണോ. അതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ കയ്യിൽ കൊടുക്കൂ, എങ്ങനെ ഉണ്ടോ വിശുദ്ധ ഖുർആൻ ചൊല്ലില്ലേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിട്ട് അങ്ങനെ നല്ല ക്ഷേമ കാലഘട്ടത്തിൽ മാത്രമല്ല അള്ളാന്റെ മാർഗത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവനക്ക് ചെലവാക്കിറങ്ങ ബദലായിട്ട് അങ്ങനെ പ്രയാസത്തെ ഘട്ടത്തിലും അങ്ങ് ചെലവാക്കി വിശുദ്ധ ഖുർആൻ. അതിനർത്ഥ എന്തില്ലെങ്കിൽ ഒരു 2-4 പലക്കങ്ങ് പലക്കഴിഞ്ഞിട്ട് അങ്ങനെ സമാധാനിക്കണോ. അങ്ങനത്തെ ആൾമാറാവണോ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടില്ലേ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, നബിയേ ദീന്റെ കളവാക്കലുണ്ട് നീ കണ്ടിട്ടില്ലേ? ആരോണോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം, യതീമിങ്ങളെ വിഷയത്തില് യതീം മക്കളെ വിഷയത്തില് ഗൗരവത്തിലെടുക്കാത്തവനോ വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ വയറിനൊരുക്കാനായിട്ട് പ്രേരണ കൊടുക്കാത്തവനോ. ഈ 2 വിഭാഗത്ത് ഖുർആൻ ചൊല്ലേ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഇങ്ങ ദീന്റെ കളവാക്കിയ ആൾമാരായിട്ടിക്കോറു. ഞങ്ങൾ ചുറ്റുമുട്ടല് അത്തരത്തിലുള്ള യതീമായ മക്കളുണ്ട്, പാവപ്പെട്ട ആൾമാരിനോട് ഞങ്ങൾക്ക് ചെന്നൽ എത്ര സാധിക്കരുത്. ഇത് നിസ്സാരമായിട്ട് എടുക്കാനായ വിഷയമല്ല. ബദലായിട്ട് നല്ലൊരു പത്തുള്ള ഗമനം വെച്ചിട്ട് ഈ വിഷയത്തിൽ കേൾക്കുന്ന സഹോദരന്മാരെ, റമളാൻ തിങ്കൾ ഞങ്ങൾ പ്രതിഫലം 6 കിട്ടുന്ന ചെലവാക്കാം എന്ന് റമളാൻ തിങ്കൾ കല്യാൺ പിന്നെ ഞങ്ങൾ ഔത്തുകാലം ഞങ്ങൾ മുട്ടെത്തുക. ഇത്തരത്തിലുള്ള ആൾമാർ, പ്രയാസം കൊണ്ട് വേണ്ട ആൾമാർ, ബുദ്ധിമുട്ട് കൊണ്ട് വേണ്ട ആൾമാർക്ക് ഞങ്ങളിൽ നിന്ന് സഹായം ഉണ്ടാവുന്നു.
എന്തായാലും ഞങ്ങൾ അള്ളാന്റെ മാർഗത്തിൽ എത്ര ഉണ്ടോ അത് ഞങ്ങൾ ചെലവാക്കരുത്. അത് ഞങ്ങൾ സ്വന്തം പൈസ എത്തിക്കുന്ന വിഷയം കൂടി ഞങ്ങൾ മനസ്സിലാക്കണു. പ്രത്യേകിച്ചിട്ട് ഇപ്പ ഒരു വിഷയം കൂടി സാന്ദർഭികമായി മനസ്സിലാക്കണു. ഞങ്ങൾ ഈദിക്ക് ഡ്രസ് എടുക്കണം കഴിക്കുക, ഈദിക്ക് ഡ്രസ് എടുക്കുന്ന ഇപ്പൊ കടന്നു പോയി കഴിക്കുക. എന്നെങ്കിൽ ഈ സന്ദർഭത്തില് ನಾನು ನನ್ನ ಕುಟುಂಬಕ್ಕೆ ಡ್ರೆಸ್ എടുക്കുമ്പോ ನನ್ನ ಔತಲ ನನ್ನ ನೆರಕರಲ್ಲ ಅಬ್ಬ ಇಲ್ಲಾತ ಮಕ್ಕಳಿಗೂ ಉಮ್ಮ ಇಲ್ಲಾತ ಮಕ್ಕಳಿಗೂ ಯತೀಮಾಯ ಅಬ್ಬവും ഉമ്മ ഇല്ലാത്ത യതീമായ മക്കൾക്ക് ಅದಕ್ಕೆ എടുക്കൊടുക്കുക അതിനെ പിരിച്ചാക്കുക ആരുമില്ലാണ്ടായിട്ടിക്കു. അതുകൊണ്ട് ഞങ്ങളെ മക്കൾ ഡ്രസ് എടുത്തു കൊടുക്കുമ്പോ ഞങ്ങളെ മക്കൾ ഞങ്ങളെ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുമ്പോ ആ മക്കളെ ഗമനത്തിൽ വെക്കുന്നു. ഒരു ജോഡി ഡ്രസ്സായും ആ മക്കൾക്ക് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ എടുത്തു കൊടുക്കുന്നു. കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില് ഈദ് നിസ്കരിച്ച് വരുമ്പോ ചെമ്മ മക്ക കളിച്ചോണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഒരു കിടാവ് അതിൽ വേറെ നിന്നിട്ട് മുൻപൊട്ടുണ്ടെന്ന് കരഞ്ഞുകൊണ്ടുണ്ടോ ആളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിടാവിടെ മുട്ട ಬಂದು കേട്ട് എന്തുകൊണ്ട് എന്റെ ഈദല്ലേ, എന്തുകൊണ്ട് നീ കരഞ്ഞോണ്ടില്ല, എന്തുകൊണ്ട് നീ മുൻപൊട്ടുണ്ടില്ല കേൾക്കുമ്പോ ആ കിടാവ് ചെന്ന് ആ മക്കൾക്കു ആ ആൾമാർ അതായത് അങ്ങോട്ട് എന്തെടുത്തു കൊടുക്കവും അതേപോലെ അവരെ പിടിച്ചാക്കവും അങ്ങനെ അബ്ബം പറഞ്ഞു നബിയെ നക്ക് രണ്ട് അബ്ബ ഇല്ല, രണ്ട് അബ്ബ യുദ്ധത്തിൽ ഷഹീദായ നബിയെ ചൊല്ലുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യതീമിന്റെ തലയിങ്ങനെ പൂഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈ കൊണ്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ആരെങ്കിലും ഒരു യതീം കിടാവിടെ അള്ളാഹുടെ വജ ആഗ്രഹിച്ചിട്ട് തലയുടെ പൂഞ്ഞിട്ടായി ആ കിടാവിടെ തലയുടെ മുടി ആ പൂയുടെ അവന്റെ കൈക്ക് എത്ര തട്ട് അത്ര അവന്റെ ദോഷത്തെ കോർക്കൽപ്പെട്ട് ചോദിച്ചു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര മഹത്വമുണ്ട്. ഒരു യതീം കിടാവിടെ തലയുടെ ഇങ്ങനെ അള്ളാന്റെ വജ ആഗ്രഹിച്ചിട്ട് പൂഞ്ഞിട്ടായി ആ കിടാവിടെ മുടി നന്റെ പൂയുടെ അവന്റെ കൈക്ക് എത്ര ടച്ചാവും അത്ര ദോഷം എന്റെ പൊറുക്കൽപ്പെട്ട് ചോദിച്ചു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ യതീം കിടാവിടെ എത്തപ്പോയിട്ട് തന്റെ ഔട്ട് സൽക്കരിച്ചിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ യതീം മക്ക ഞങ്ങളുടെ കുടുംബത്തിലേക്കോ ഞങ്ങളുടെ രാജ്യത്തിലേക്കോ അതിനെ പിരിച്ചാക്കിയപ്പോഴത്തെ ആൾമാരുണ്ടാവില്ല. കാരണം ഏത്തെ ആൾമാർ എങ്ങനെ പിരിച്ചാക്കിയും ഒരു മക്കളെ അതിൽ അബ്ബമ്മ പിരിച്ചാക്കുന്ന പോലെ ആ പിരിച്ച ദുനിയാവും ഒരാൾക്കും കൊടുക്കുമ്പോൾ സാധ്യമാവില്ലാണ്ടായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള യതീം മക്കളും ഇത്തരത്തിലുള്ള പാവപ്പെട്ട മക്കളും ഞങ്ങളുടെ മക്കൾക്ക് നല്ല നല്ല രൂപത്തിൽ ഡ്രസ് എടുത്ത് കൊടുക്കുമ്പോ ആ മക്കൾക്ക് ആഗ്രഹമുണ്ട്, കൊശയുണ്ട്, ഒരു പെരുന്നാളിന് നല്ല ഡ്രസ് എടുത്തു എന്ന് എടുത്തു കൊടുക്കുന്ന ആൾമാരില്ല. അതുകൊണ്ടാ ചെന്നേ സാമ്പത്തികമായിട്ടുള്ള ഇന്നുണ്ടായി ഇത്തരത്തിലുള്ള കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ബന്ധങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ അങ്ങനെ ആറ്റി ഓടിക്കലല്ല ചൊല്ലുന്ന ബിസിയ ഈ സന്ദർഭത്തില് നാം എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്ന് ഡ്രസ് എടുക്കണവും ശ്രദ്ധിക്കുന്ന വിഷയ ഈദല്ലേ നോമ്പ് തീന്തല്ലേ അവർ പെണ്ണുങ്ങ സഹോദരിമാർ മനസ്സിലാക്കണം. ഔറത്ത് പുറത്ത് കാലിന്റെ പുറത്തുള്ള വസ്ത്രത്തിന് എടുക്കണ്ട. അതേപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ട് പുതിയതായ ഡ്രസ്സുങ്ങ മനുഷ്യന്റെ ശരീരത്തെ ഔറത്ത് കാണിക്കൽപ്പെട്ടു എത്രമാ വില കൊടുത്തിട്ടോ ഒട്ട ഉള്ള പാൻറ്റിങ് എടുത്തിട്ട് ആൾമാറുള്ളൂ. ശ്രദ്ധിക്കണോ, ഇതൊക്കെ അനിസ്ലാമികമായ വിഷയമായിട്ടിരിക്കുന്നു. ഇതൊക്കെ അള്ളാന്റെ പക്കൽ ശിക്ഷാർഹമായ വിഷയമായിട്ടിരിക്കുന്നത്. ആണുങ്ങൾ ഔറത്ത് പൊപ്പിൽ ലഭിച്ചിട്ട് മുട്ടുകൊണ്ടിട്ടു നബിസല്ലാസം പഠിപ്പാട്ടുണ്ട്. ആ മുട്ട് തന്നെ പറഞ്ഞ പാൻറ്റുമായിട്ട് തന്റെ അവയവ കാറ്റിനെ പോലത്തെ രൂപത്തിന്റെ പാൻറ്റുമായിട്ട് വസ്ത്രമായിട്ട് നടക്കുമ്പോ വാഴക്കാരന്മാര് ആൺമക്കളെ മനസ്സിലാക്കുന്നു. ഞങ്ങളെ റബ്ബിനെ നോക്കിയിട്ടുള്ള ഞങ്ങൾ അമ്മ നോക്കിയിട്ടുള്ള സ്വന്തം ഔറത്തെ കാറ്റിട്ട് തെരുവ് നടക്കുമ്പോ ഭാര്യ അതിൽ സൂക്ഷ്മത പഴുത്തോ കാരണം നബിസല്ലാസല്ല ഔറത്ത് കാറ്റിനെടുക്കുന്ന പെണ്ണുങ്ങളെ വിഷയത്തിൽ അനക്ക് സ്വർഗത്തെ മണപ്പോലില്ല ചൊല്ലിട്ടോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് മേലെ 5 കാര്യങ്ങളേക്ക് സഹോദരന്മാരെ സൂചിപ്പിച്ചത് ഇതൊക്കെ റമളാൻ തിങ്കൾ കഴിഞ്ഞേൻ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വേലുണ്ടായിട്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ചൊല്ലുകൊള്ളത്. അതേപോലെ ഇന്ന് ചൊല്ലുകൊള്ള വിശേഷ സഹോദരന്മാരെ ഇൻഷാ അല്ലാഹ് ഈ പ്രതി വർഷത്തെ പോലെ ഈ പള്ളിയുടെ പെറോട്ട് ഈദ്ഗാ മൈതാനത്തില് ഈദ് നിസ്കാരം നടക്കരുത്. സുമാർ സുബൈക്ക് 7 ഗಂಟೆಗೆ ഇട്ടിട്ട് ഈദ് നിസ്കാരം നടക്കരുത്. ഈ ടൈമിന്റെ വിഷയത്തിൽ ഞങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ സഹോദരന്മാരെ ചെമ്മത്തെ ആൾമാർ വേഗം വന്നു കൂട്ടോ എന്തെങ്കിലും കുറെ ആൾമാർക്ക് വേണ്ടിയിട്ട് ആ ചെമ്മത്തെ ആൾമാർ കാപ്പുകൊണ്ട് അവസാന നിസ്കാരം തുടങ്ങിയ പേരിൽ പല ആൾമാര് പല രൂപത്തില് ജോറാക്കിട്ടുണ്ട് തെല്ല് കാക്കുകയാവില്ലേ ചൊല്ല് സഹോദരന്മാരെ നിങ്ങൾക്ക് ഇപ്പൊ തെല്ല് ഞാൻ പോയി ചെമ്മ വേലുങ്ങ പണ്ട്. അതുകൊണ്ട് ഈദ് നിസ്കാരം എപ്പോൾ ചെമ്മ ലേറ്റ് ആക്കുള്ളതല്ല, അത് എത്ര വേഗം ആക്കുള്ളത്. അതുകൊണ്ട് 7 ഗಂಟೆಗೆ സമയം നിശ്ചയിച്ചു വെച്ചത് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈദ് 2 ഉളു എടുത്തിട്ട് അത് കുളിച്ചിട്ട് ഉളു എടുത്തിട്ട് പുതിയ വസ്ത്രം ഇട്ടിട്ട് ഈ പള്ളിക്ക് തക്ബീർ ചൊല്ലുന്നത് പറഞ്ഞു ചൊല്ലിട്ട് ഈ സന്ദർഭം ചൊല്ലുള്ളത് ഈദ് ഗാത്തുക്ക്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൂടി ആ സന്ദർഭത്തിൽ മനസ്സിലാക്കും സഹോദരന്മാരെ. ഈ ചെറിയ പെരുന്നാള്
ഈദുൽ ഫിത്ർക്ക് ഞങ്ങൾ ഈദ് കാത്ത് വരുമ്പോ എന്തായാലും തിന്നിട്ട് പണ്ടതായിട്ടേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതായിട്ടേക്ക് അത് ഞങ്ങൾ ഗമനത്തിൽ എടുക്കണോ. അതേപോലെ ഈദ് നിസ്കാത്ത് ആ സമയത്ത് പറഞ്ഞെത്തണോ. ഈ പള്ളിയുടെ പെറോട്ടിലായിട്ടേക്ക് സുബ 7 ഗಂಟೆ കൃത്യമായിട്ടുള്ള ടൈം സമയത്ത് കഴിച്ചേക്ക് ഇൻഷാ അല്ലാഹ് ഈദ് നിസ്കാരം നടക്കരേ ചൊല്ലുന്ന വിഷയ ഞങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് അവസാനമായിട്ട് ചൊല്ലുകൊള്ളേ സഹോദരന്മാരെ, ഈ റമളാൻ തിങ്കളിൽ ഞങ്ങൾ എല്ലാവരും ഈ പള്ളിയിൽ നടക്കുന്ന പള്ളിയെ കളക്ഷനുകളും നിങ്ങൾ എല്ലാവരും സഹായിച്ചോടും. ഊടെ ഇഫ്താറിന്റെ കളക്ഷനുകളും അതേപോലെ സുമാർ 22 പള്ളികളെ ഡെയിലി മദ്രസകളെ കളക്ഷൻ നടന്നിട്ട് അതുക്കും നിങ്ങൾ എല്ലാവരും നല്ല സഹായിച്ചോടും. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള വിഷയത്തിലും ഈ പള്ളിക്ക് നിങ്ങൾ സഹായിച്ചോടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കട്ടെ. ഇന്ന് മുന്നോട്ടും ഈ പള്ളിക്ക് നിങ്ങൾ എല്ലാവരും നല്ല രൂപത്തിൽ സഹകാരം ആക്കും ചൊല്ലിട്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഗമനത്തിൽ എത്തി വന്നിട്ടില്ലേ. അതേപോലെ ഈ ആഘോഷാക്കുമ്പോ പെരുന്നാൾ ആഘോഷാക്കുമ്പോ ഒരു ജനക്കൂട്ടത്തെ ഒരു വിഭാഗത്തെ ഞങ്ങൾ മറന്നു പോകുന്ന ഞങ്ങൾ സോഷ്യൽ മീഡിയത്തിൽ കാണേണ്ടിട്ട് ഞാൻ വിശദീകരിക്കൊണ്ടിട്ടില്ല. പാലസ്തീനിലെ ഈ നേരത്തോളം ഞങ്ങൾ ഈ പെരുന്നാളിന്റെ വിസിലായിട്ടിരിക്കുമ്പോ ഞങ്ങൾ ഡ്രസ് എടുക്കും വിസിലായിട്ടിരിക്കുമ്പോ അതാ അവിടെ ഏത് സമയത്തിൽ ഞങ്ങൾ നേരെ ബോംബുകൾ കടന്നു വന്നിട്ടു ഭയപ്പെട്ടിട്ട് പേച്ച് നിൽക്കേ ഞങ്ങളുടെ സഹോദരന്മാർ, മുസ്ലിമീനായ സഹോദരന്മാർ, ഈമാനുള്ള സഹോദരന്മാർ അല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലില്ലേ, ഇദാ ഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും, ഒരു വിഭാഗത്തെ ഒരു ജനസമൂഹത്തെ അല്ലാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ജനസമൂഹത്തെ പരീക്ഷിക്കുക ചൊല്ലു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരീക്ഷയ്ക്ക് അവർ നടന്നുകൊണ്ടില്ല സഹോദരന്മാരെ. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഞങ്ങൾ മറന്നു പോകുന്നു തീരാ. ചെറിയ മക്കൾ മരണപ്പെട്ടു പോകുമ്പോ, മാപ്പിള മരണപ്പെട്ടു പോകുമ്പോ, പെണ്ണായി മരണപ്പെട്ടു പോകുമ്പോ, സ്വന്തം കുടുംബങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോ അങ്ങനെ മയ്യത്തിന് കബർ ആ ജനാസ ആ മറമാന്റെ സന്ദർഭത്തിൽ ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബുല്ലാ ചൊല്ലുമ്പോ അകത്തുള്ള ഈമാനുള്ള ആൾമാരുടെ മേലേക്ക് പ്രാർത്ഥിക്കല് പ്രതി ഒരു മുസൽമാന്റെ കർത്തവ്യമായിട്ട് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ആഘോഷാക്കുമ്പോ അങ്ങനെ കൂടിന ഗമനത്തിൽ വെയ്ക്കൽ സന്ദർഭം ചൊല്ലുള്ളത് ഇതാ റമളാൻ തിങ്കളിൽ ജാവുന്ന തീർത്തില്ല. ഈ ജാവുന് അങ്ക് വേണേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുക്ക് പ്രാർത്ഥിക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനസമൂഹത്തിന് അള്ളാഹുവേ നിന്റെ പക്കലുള്ള സഹായത്തെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ. അള്ളാഹുവേ അള്ളാഹുവേ അങ്ക് പ്രയാസം കൊടുത്തിട്ടുള്ള ശത്രുക്കളെ അള്ളാഹു ഈ ദുനിയാവിൽ നിന്നിട്ട് നീ നിർമൂലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചോനെ. അള്ളാഹു അങ്ക് ആ രാജ്യത്ത് സ്വസ്ഥമായി സമാധാനം ജീവിക്കുള്ള തൗഫീക്ക് അള്ളാഹു നീ കൊടുത്ത് അനുഗ്രഹിക്കണേ. അള്ളാഹുവേ കാരണം എല്ലാ പ്രവാചകന്മാർ താൻ കുത്തിയ മണ്ണിലേറ്റിക്കുന്നത് അള്ളാഹു ബർക്കത്താക്കി അനുഗ്രഹിക്കൽപ്പെട്ട കത്തയറ്റിക്കത്. അതുകൊണ്ട് റബ്ബേ ആ രാജ്യത്തിന്റെ സമാധാനത്തിൽ സ്വസ്ഥതയെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന അള്ളാഹുവേ. മരണപ്പെട്ടു പോയ സഹോദരന്മാർക്ക് ഷഹീദ് കൂലി കൊടുത്ത് അനുഗ്രഹിക്കുന്ന അള്ളാഹുവേ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഇജ്ജത്ത് അനുഗ്രഹിക്കുന്ന അള്ളാഹുവേ. എല്ലാവരും തന്നെ പ്രയാസത്തിൽ ഞങ്ങളിൽ കാത്തു സലാമത്താക്കുന്ന അള്ളാഹുവേ. അതേപോലെ ഞങ്ങളിൽ മരണപ്പെട്ട ജന സഹോദരന്മാരിലോറും അങ്ങനെ മക്കൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് വസിയത്താക്കിയവരും അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയി രണ്ട് സഹോദരന്മാർ അങ്ങനെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അങ്ങനെ കബറ് പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. അതിൽ ജീവിതത്തെ എന്ത് യാറെ വേണ്ടി വന്നിട്ട് ഗഫാറായ ഗഫൂർ വദൂദായ അവന്റെ കാവലെ കൊണ്ടു അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവർക്ക് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അതേപോലെ മരണപ്പെട്ടു പോയി എത്രമാ സത്യവിശ്വാസമാകും അള്ളാഹുവേ എല്ലാവരുടെ കബറിനെ വിശാലമാക്കി കൊടുക്കണേ പഠിച്ചു തമ്പുരാനെ. അള്ളാഹു എല്ലാവരുടെ കബറിനെ പ്രകാശത്താക്കി കൊടുക്കണേ. അള്ളാഹുവേ അള്ളാഹുവേ ജീവിതത്തിൽ അറിഞ്ഞിട്ടും അറിയാണ്ട് വന്നുപോയി എല്ലാ ചെറുകളിലും ദോഷത്തെ ഗഫാറായ ഗഫൂർ വദൂദായ അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ടു നീ നമുക്ക് എല്ലാവർക്കും പൊത്തു തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവേ മരിക്കുമ്പോ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുന്ന നീ തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവേ അള്ളാഹുവേ ഈ റമളാൻ തിങ്കളിലെടുത്ത എല്ലാ ഇബാദത്തിനെ ഞങ്ങൾ നിന്നിട്ട് നീ സ്വീകരിക്കണേ. അള്ളാഹുവേ ഞങ്ങൾ നിന്നിട്ട് നീ കബൂലാക്കണം. അള്ളാഹുവേ മരിക്കുന്ന ഓർത്തോളും നിന്റെ സൂക്ഷിക്കപ്പെട്ട ജീവിതത്തെ നീ നിനക്ക് തന്നിട്ട് അനുഗ്രഹിക്കണേ. അള്ളാഹുവേ അള്ളാഹു നീ നിഷിദ്ധമാക്കിയ കാര്യത്തിന് പോവാത്തെ ഒരു സൗമനസ്സിനെ നീ നിനക്ക് തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവേ നീ തന്നെ സമ്പത്തിനെ നീ തൃപ്തിപ്പെട്ട മാർഗത്തിന് ചെലവാക്കുകയോ തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കി തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവേ അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവേ നാളെ ഒരു കൂട്ട സ്വർഗത്ത് ഒരു കൂട്ട നരകത്ത് പോകുമ്പോ ആ സ്വർഗത്തില് ജന്നാത്തുൽ ഫിർദൗസില് നബിമാരെ കൂടെ സിദ്ദീഖീങ്ങളെ കൂടെ ശുഹദായികളെ കൂടെ സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടെ നീ തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കണം. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട് എത്രമാ സഹോദരന്മാർ പോലും അന്യായം മറ്റ് ബന്ധനത്തിലുള്ളവരും അള്ളാഹുവേ
ഈ റമളാൻ തിങ്കളിൽ നിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള അല്ലാഹുവേ, ആ സഹോദരന്മാർക്ക് അങ്ങനെ ബന്ധനത്തിന് മുക്തി കൊടുത്തിട്ട് അങ്ങനെ കുടുംബത്തിലേക്ക് ബന്ധം ചേരുക അല്ലാഹു നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കൽ അല്ലാഹുവേ. എല്ലാ തരത്തിലുള്ള പ്രയാസത്തിൽ ജനങ്ങളെ കാത്തു സലാമത്താക്കൽ അല്ലാഹുവേ. ഖത്തറിന് മുമ്പ് മാത്രം അനുഭവിക്കരുത് ആ ജഹന്നമിലേക്ക് അല്ലാഹു നീ ഞങ്ങൾ എല്ലാവരും കാത്തു സലാമത്താക്കൽ അല്ലാഹുവേ. അല്ലാഹുവേ, കട കൊണ്ട് ബുദ്ധിമുട്ട് പണ്ട് എത്ര സഹോദരന്മാരിലോ എട്ട് കടത്തെ ഹലാലായ കൊടുത്തു വീടും മരണപ്പെടുമ്പോ കടയില്ലാണ്ട് മരണപ്പെട്ടു പോകുന്നു. അല്ലാഹു നീ തൗഫീഖ് അനുഗ്രഹിക്കൽ അല്ലാഹുവേ. നിന്റെ ഖുർആനിലും നിന്റെ റസൂലിന്റെ സുന്നത്തിലെ മരിക്കുന്നോത്തിന് മുറുകെ പിടിച്ച് ജീവനാക്കേ. യഥാർത്ഥ മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽ അല്ലാഹു നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട് അനുഗ്രഹിക്കൽ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാലി അൽ ഹജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. സഹോദരന്മാരെ, നമ്മളാണ്ട് അവസാനത്തെ ബില്യാസേറ്റിക്കല് ഈ പള്ളി മദ്രസത്തിൽ നല്ലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ എല്ലാവരും സഹായിച്ചല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഈ കളക്ഷനിൽ എല്ലാവരും നല്ലൊരു സഹായിക്കുന്നു, സഹകരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.